സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട്. കാരണം നമുക്കറിയുന്നത് പോലെ ഈ മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരിക്കൽ രാജിവെച്ചതാണ്. അതന്ന് ആ രാജിവെക്കാൻ കാരണം അതൊരു ധാർമ്മികമായ പ്രശ്നമായി അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ടാണ് രാജി പ്രഖ്യാപിച്ചത്. അതിനുശേഷം നടന്ന അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അതൊരു കോടതി തന്നെയാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്, ഒരു മജിസ്ട്രേറ്റ് കോടതിയാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും മന്ത്രിയായി വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതിനൊരു തുടരന്വേഷണം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തുടരന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഹൈക്കോടതി ചില ആശങ്കകൾ അദ്ദേഹം നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ പോലീസ് അന്വേഷണത്തിൽ വന്ന വീഴ്ചകളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്നാമതായി അദ്ദേഹം പ്രസംഗം നടത്തിയ വേദിയിലുണ്ടായിരുന്ന ആളുകളുടെ മാത്രം മൊഴിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണല്ലോ ആ വേദിയിൽ ഉണ്ടാവുക. അവരൊക്കെ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് യാതൊരു ഇൻറ്റൻഷനും കൂടാതെ അദ്ദേഹം പറഞ്ഞു പോയൊരു കാര്യമാണ് എന്ന നിലയ്ക്കാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ, അത് കേട്ടുകൊണ്ടിരുന്ന മറ്റാളുകൾ, അവരുടെയൊക്കെ മൊഴി എടുക്കാതെയാണ് ഇത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയത് എന്നാണ് കോടതി കുറ്റപ്പെടുത്തുന്നത്. അതുമാത്രവുമല്ല, അതിൻ്റെ അടിസ്ഥാന തെളിവുകളായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ, അതിൻ്റെ പെൻ ഡ്രൈവ്, അതുമായി ബന്ധപ്പെട്ട ലാബ് റിപ്പോർട്ടുകൾ, ഇതൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. അപ്പം ധൃതി പിടിച്ചൊരു കൺക്ലൂഷനിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനല്ല ഇതിൻ്റെ ഇൻറ്റൻഷനെ കുറിച്ച് വ്യാഖ്യാനം നടത്തേണ്ടത് എന്നുകൂടി കോടതിയും നിരീക്ഷിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇത് തുടർന്നും അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ആ അന്വേഷണം നടക്കട്ടെ എന്നേ. ആ അന്വേഷണം നടന്നതിന് ശേഷം ഒരു റിപ്പോർട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഞാൻ പറയുന്നത് പ്രതിപക്ഷം ഇപ്പോൾ, പ്രത്യേകിച്ച് VD സതീശനെ പോലെ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയുടെ താഴെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുമോ? അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം മാറി നിന്നിട്ട് ഈ അന്വേഷണത്തിന് തയ്യാറാകേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാമല്ലോ, 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാർ നേരിട്ട് ഏറ്റവും വലിയ ആക്ഷേപങ്ങളിലൊന്നായിരുന്നല്ലോ ഈ സോളാർ വിവാദം എന്ന് പറയുന്നത്. ആ സോളാർ വിവാദത്തിൽ ആ ഇര വന്ന് പുറത്തിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുടെ മേലിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ അന്വേഷണം നടത്തിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ADGP ഹേമേന്ദ്രനാണ്. ആ ADGP ഹേമേന്ദ്രൻ ആർക്കെതിരായിട്ടാണ് അന്വേഷണം നടത്തിയത്? അന്ന് ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 2 പേർക്കെതിരായിട്ട് ഈ ആരോപണം ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭയിലെ 2 പേർക്കെതിരായിട്ടുള്ള ആരോപണം അടക്കമാണ് ADGP ആയിരുന്ന ഹേമേന്ദ്രൻ അന്ന് അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ, ഉമ്മൻചാണ്ടിയുടെ PA ആയിട്ടുള്ള ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് ആ 2 മന്ത്രിമാർ രാജിവെച്ചിട്ടില്ല, ഒരു പ്രാവശ്യം പോലും രാജിവെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം പ്രതിപക്ഷം ഇങ്ങനെ ആവശ്യപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അങ്ങനൊരു മുൻമാതൃക ഇവിടെ ഇല്ല. പ്രതിപക്ഷം പ്രത്യേകിച്ച് അങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇനി സജി ചെറിയാൻ രാജിവെക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. നമ്മളൊക്കെ എന്താ വെള്ളരിക്ക പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകളാണോ? സജി ചെറിയാൻ ആരാണ്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന ഒരാൾ ആ പാർട്ടി ഭരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് സജി ചെറിയാൻ സ്വാധീനമൊന്നും പുറത്തുനിന്ന് ചെലുത്താൻ കഴിയില്ലേ? അപ്പോൾ അകത്തിരുന്ന് ചെലുത്തിയാലും പുറത്തിരുന്ന് ചെലുത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ സ്വാധീനമൊക്കെ ചെലുത്താൻ കഴിയും. പിന്നെ അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമാണല്ലോ ഉന്നയിക്കുന്നത്. ആ ധാർമ്മികത അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം രാജിവെച്ചതാണ്. ഇനി ഒരിക്കൽ കൂടി രാജിവെക്കേണ്ട കാര്യമില്ല. ഈ ഓരോ സമയത്ത് ഓരോ കോടതി നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അയാളുടെ മുമ്പിൽ ഒരു പൊളിറ്റിക്കൽ കരിയർ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ഈ വിഷയത്തിൽ രാജിവെക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഞാനുള്ളത്. ഇനിയിപ്പോൾ നോക്കൂ, നമ്മളീ പറയുന്ന ഭരണഘടനയായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ. ആ കാര്യങ്ങളെക്കുറിച്ച് അന്നത്തെ വിവാദത്തിൽ തന്നെ ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത് വിമർശിക്കാൻ പാടില്ലാത്ത ഒരു ഡോക്യുമെൻ്റ് അല്ല. അത് ഭരണഘടനയുടെ ആദ്യത്തെ വരി തന്നെ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സോവറൈൻ റിപ്പബ്ലിക്കാണ് എന്നാണ്. അതിനകത്ത് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന വാക്ക് വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശമാണ്. നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശത്തെ ആദ്യം തന്നെ ഉറപ്പ് ചെയ്യുന്ന, ആദ്യത്തെ വരിയിൽ തന്നെ ഉറപ്പ് ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന എത്ര പ്രാവശ്യം വിമർശിക്കപ്പെട്ടിരിക്കുന്നു. ആ ഭരണഘടനയിലെ പല ചട്ടങ്ങൾക്കുമെതിരായിട്ട് എത്ര കേസുകൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണഘടനയിലെ പല ചട്ടങ്ങളും എത്ര പ്രാവശ്യം മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഭരണഘടനയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമുണ്ടല്ലോ, ആർട്ടിക്കിൾ 19. എന്താണ് ആർട്ടിക്കിൾ 19 പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലേ? ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടനയെ സംബന്ധിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടനയായി ബന്ധപ്പെട്ട് വിമർശനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉന്നയിക്കാം, അത് ഏതു വേദിയിലും ഉന്നയിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് അറിയാം, ഇപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് പല നിലവാരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം, ഈ സജി ചെറിയാനെ വെച്ച് തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. 1985 ഞാൻ കോളേജിൽ പഠിക്കുന്നത്. അന്ന് രാജീവ് ഗാന്ധിയാണ് മുഖ്യമന്ത്രി. ആലപ്പുഴയിലെ SD കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ അന്ന് SFIയുടെ ജില്ലാ നേതാവാണ് സജി ചെറിയാൻ. അന്ന് ഞങ്ങൾ ഈ സമരത്തിൽ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, എന്താണെന്നറിയോ? ഹലോ മിസ്റ്റർ രാജീവ് ഗാന്ധി. അതൊരു ഇംഗ്ലീഷ് മുദ്രാവാക്യമാണ്. ഹലോ മിസ്റ്റർ രാജീവ് ഗാന്ധി, വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമില്ല, ഈ ഭരണഘടന ആവശ്യമില്ല. ടാറ്റാസ് ബെർലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ, അന്നത്തെ മുതലാളിമാർ ടാറ്റയും ബെർലയുമായിരുന്നു, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. വി വിൽ ബേൺ ഇറ്റ് സർട്ടൻലി, അത് ഞങ്ങൾ കത്തിക്കും എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യമാണ് അന്ന് കോളേജിലെ ക്യാമ്പസിൽ വിളിച്ചിട്ടുള്ളത്. അന്നത്തെ ജില്ലാ നേതാവാണേ സജി ചെറിയാൻ എന്ന് പറയുന്നത്. അന്ന് നിലപാട് ഇതാണ്, ആ ഭരണഘടനയോടുള്ള നിലപാട് ഇതാണ്. ടാറ്റയ്ക്കും ബെർലയ്ക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇതെന്ന് തന്നെയാണ് അന്നത്തെ നിലപാട്. അന്ന് ആരും പിടിച്ച് പോലീസിൽ നമ്മൾ ആരും ഇട്ടിട്ടില്ല. അതിൻ്റെ കാര്യം എന്നറിയോ? ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു കുറ്റമല്ല. എന്നാൽ ഭരണഘടന കത്തിച്ചു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രവൃത്തി നമ്മൾ അവിടെ കാണിച്ചു എന്ന് വയ്ക്കുക, അത് നാഷണൽ ഫ്ലാഗിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കേസാണ്, അപ്പോൾ മാത്രമാണത് കേസ്. പക്ഷേ ഇന്നത്തെ കോടതി വിധിയിൽ വേറെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയാണ്, 2003 ആക്ട് 31 അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ 31-ാം ചട്ടം പറയുന്നത് സ്പോക്കൺ വേർഡ്സ് ഓർ റിട്ടൺ വേർഡ്സ് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഡിസ്റെസ്പെക്ട് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന 2003 ശേഷം വന്നിരിക്കുന്ന ചട്ടം. ആ ചട്ടപ്രകാരം ഈ പറയുന്നത് കണ്ടെത്തേണ്ടത് എന്താണ്? സജി ചെറിയാൻ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ എന്താ പറയുക, അതിനോടൊരു ബഹുമാനക്കുറവ്, ആദരക്കുറവ് കാണിച്ചു എന്നുള്ളതാണ്. അതിനകത്തൊരു വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, എന്താണ് കുന്തം കുടച്ചക്രം എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതൊന്ന് കോടതിയും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫയർ ക്രാക്കർ എന്നും സ്പിയർ എന്നും ഒക്കെ പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ, എൻ്റെ നാട്ടിലെ ഒരു സാധാരണ പ്രയോഗമാണ് ഈ കുന്തം കുടച്ചക്രം എന്ന് പറയുന്നത്. ആ കുന്തം കുടച്ചക്രമൊക്കെ എടുത്ത് മാറ്റിവെക്കുമെന്ന് പറയും. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ദൈവങ്ങളുടെ കുറേ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. വിശ്വാസിയല്ലാത്ത ഞാൻ പറയുകയാണ് ആ കുന്തവും കുടച്ചക്രമൊക്കെ എടുത്ത് മാറ്റിവെച്ചേ എന്ന് പറയാം. പറയുമ്പോൾ വിശ്വാസിയായ ഒരാൾക്ക് അത് ഭയങ്കര അപമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ വിശ്വാസിയല്ല, എൻ്റെ നിലപാട് കൂടിയാണത്. അപ്പോൾ ഈ കുന്തവും കുടച്ചക്രം എന്ന് പറയുന്ന അത്ര അപമാനകരമായിട്ടുള്ള ഒരു വാക്കൊന്നുമല്ല, അതൊരു നാടൻ പ്രയോഗമാണ്. ഞങ്ങളുടെ നാട്ടിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സജി ചെറിയാൻ സംഭവിച്ചൊരു കാര്യം എന്താ അറിയോ? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സോഷ്യലിസം പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ജനാധിപത്യം പറഞ്ഞു, പിന്നെ ഈ സോവറൈൻ റിപ്പബ്ലിക് എന്നുള്ള വാക്ക് കിട്ടിയിട്ടില്ല, പിന്നെ കുന്തവും കുടച്ചക്രവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയതാണ്. അവിടെ അതിനകത്തൊരു കിട്ടാത്ത വാക്കിന് ഉപയോഗിച്ചതാണ് എന്ന കാര്യത്തിൽ ആ നാട്ടുകാരനെ എനിക്ക് ഉറപ്പുണ്ടെന്നേ. അത് ഈ കിട്ടാത്ത സമയത്ത് ചില സാധനങ്ങളുണ്ടല്ലോ, ആ പറയുന്ന ആ മേശയും കസേരയും മറ്റേ ആ കുന്തവും കുടച്ചക്രവും എന്നിട്ട് മാറ്റി വെച്ചേന്ന് പറയും, പെട്ടെന്ന് ആ വാക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇതിനകത്തൊരു ബാഡ് ഇന്റൻഷൻ ഇല്ല, പക്ഷെ നിലപാടുണ്ട്. കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ പറയുന്ന ജഡ്ജ്മെന്റിനകത്ത് കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിലെ സാധാരണക്കാരെ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അതൊരു നിരീക്ഷണമാണ് എന്ന് കോടതി പറയുന്നുണ്ട്. അത് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. അത് കോടതിക്ക് മനസ്സിലാവും. അത്തരം വീക്ഷണങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഈ പറയുന്ന 356-ാം വകുപ്പ്, ഈ ഭരണഘടനയിലുള്ള വകുപ്പാണ് 356-ാം വകുപ്പ്. അതായത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിനെ കേന്ദ്ര സർക്കാരിന് പിരിച്ചുവിടാം, അതിന് പറ്റുന്നൊരു ക്രമസമാധാനം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ മതി. 356 ആദ്യം പ്രയോഗിച്ചത് നമ്മുടെ നാട്ടിലാണല്ലോ. 1957 അധികാരത്തിൽ വന്ന EMS സർക്കാരിനെയാണല്ലോ അന്ന് പിരിച്ചുവിട്ടത്. നമ്മളന്ന് ഭരണഘടനയെ വെല്ലുവിളിച്ചിട്ടില്ലേ? ഈ വകുപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? 1993 ബാബറി മസ്ജിദിന്റെ എന്താ പറയുക ഡിമോളിഷന് ശേഷം 3 സർക്കാരുകളെയാണ് BJP സർക്കാരുകളെയാണ് കോൺഗ്രസ് എന്ന് പിരിച്ചുവിട്ടത്. 3 BJP സർക്കാരുകളെ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അന്ന് BJP-ക്കാർ ഇതിനെ വെല്ലുവിളിച്ചിട്ടില്ലേ? പിന്നെ BJP-യുടെ ഭരണം നിൽക്കുന്ന സമയത്ത്, ഞാനവിടെ ഡൽഹിയിലുള്ള സമയത്താണ്, വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബീഹാറിലെ റാബ്രി സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടില്ലേ? 356-ാം വകുപ്പിനെ കുറിച്ച് എന്തൊക്കെ വിവാദങ്ങളാണ് നടന്നിട്ടുള്ളത് കോടതികളിൽ. 352-ാം വകുപ്പ് ഉപയോഗിച്ചല്ലേ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഈ ഭരണഘടനയിൽ നിന്നുള്ള ചട്ടമല്ലേ 352-ാം വകുപ്പ്? എന്തിനാണ് ഇന്ദിരാവധി ഉപയോഗിച്ചത്? എന്താണ് എമർജൻസിയുടെ ചട്ടം പറയുന്നത്? ഇന്റേണൽ ഇൻസർജൻസി ഉണ്ടാവുക, റിബല്യൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെട്ട് ഉണ്ടാവുക, വാർ ഉണ്ടാവുക, അത്തരം സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു വകുപ്പാണല്ലോ ഈ പറയുന്ന എമർജൻസി എന്ന് പറയുന്നത്. ആ വകുപ്പ് എപ്പോഴാണ് കോൺഗ്രസ് ഇവിടെ ഉപയോഗിച്ചത്? കോൺഗ്രസ് ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിൻ്റെ സർക്കാരും അബദ്ധത്തിലായി പോകും, അപകടത്തിലായി പോകുന്ന ഉറപ്പായപ്പോഴല്ലേ രാത്രിയിൽ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആ വകുപ്പിനെ ചോദ്യം ചെയ്തിട്ടില്ല നമ്മൾ. ഈ ഭരണഘടന എന്ന് പറയുന്നത് 1947 ഭരണഘടനയാണോ ഇപ്പോൾ ഉള്ളത്, 2024 അല്ലെന്നേ. എത്ര മാറ്റങ്ങൾ കാലാനുസൃതമായി നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്ന ഒരു ദിവ്യഗ്രന്ഥമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട, അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് വിചാരിക്കേണ്ട. ആ വിമർശിച്ചതിനെ കോടതി എന്താ പറയുക മോശമായി കാണുന്നുമില്ല. അതൊരു നിരീക്ഷണമാണ്, അല്ലെങ്കിൽ അതൊരു വീക്ഷണമാണെന്ന് കോടതി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ കോടതി ആകാംക്ഷപ്പെടുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഈ കുന്തവും കുടച്ചക്രവും എന്നുള്ള വാക്കാണ്. ആ കുന്തവും കുടച്ചക്രവും നന്നായി വ്യാഖ്യാനിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിലൊരു കേസില്ലാത്തൊരു കാര്യത്തിനകത്താണ് ഒന്നാമതായിട്ട് ആദ്യ ദിവസം ഈ വിവാദമുണ്ടായ സമയത്ത് സജി ചെറിയാൻ രാജിവെച്ചത്. ഉറപ്പായിട്ടും ഒരു ധാർമ്മികത പ്രശ്നമുണ്ട്. മാത്രമല്ല, ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന ആൾ സംസ്ഥാനത്ത് മന്ത്രിയാണല്ലോ. അദ്ദേഹം ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട ഒരാളായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഇത് സജി ചെറിയാന് മാത്രം ബാധകമായ ഒരു കാര്യമല്ല, ഒരു MLA-ക്കും ബാധകമായ കാര്യമാണ്, ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ഒരാൾക്കും ബാധകമായ കാര്യമാണ്. കാരണം വെച്ചാൽ ഭരണഘടനാ പദവിയിൽ
മുകളിലിരിക്കുന്ന എല്ലാ ആളുകളും ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന അധികാരത്തിലേക്ക് വരുന്ന ഒരു MLA അങ്ങനെയാണ്, ഒരു MP അങ്ങനെയാണ്. എന്നിട്ട് ഭരണഘടനയെ പാർലമെന്റിൽ ഒരു MP വിമർശിക്കുന്നില്ലേ? ഈ പറയുന്ന നിയമസഭകളിൽ MLA വിമർശിക്കുന്നില്ലേ? മാത്രമല്ലല്ലോ, ഈ അനന്ത്കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന BJPയുടെ നേതാവ് എന്താ പറഞ്ഞത്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഭരണഘടന മാറ്റി എഴുതി കളയുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഭരണഘടനയ്ക്കെതിരായിട്ട് വിമർശനം നടത്തുന്ന ആദ്യത്തെ ആളോ അവസാനത്തെ ആളോ അല്ല സജി ചെറിയാൻ. പിന്നെ സജി ചെറിയാനെതിരായിട്ടൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നു. എനിക്ക് ആകെ കൂടെ സജി ചെറിയാനോട് പറയാനുള്ള കാര്യം വെച്ചാൽ, മന്ത്രിയായിരിക്കുമ്പോൾ പുലർത്തേണ്ട ചില സൂക്ഷ്മതകളുണ്ട്. ആ സൂക്ഷ്മതകളിൽ ചില വീഴ്ചകൾ വരുന്നുണ്ട്. അതിപ്പോൾ ജി സുധാകരൻ കാര്യത്തിനകത്ത് മോശമായിരുന്നു. ജി സുധാകരൻ 2016-21 മന്ത്രിസഭയുടെ കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ചില സൂക്ഷ്മതകൾ പുലർത്തേണ്ടതുണ്ട്. ഇതൊരു നാടൻ ഭാഷയാണ്. നാടൻ ഭാഷ എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻഷനും ഇല്ലാതെയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ആ ഭാഷാ പ്രയോഗം ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നിടത്താണ് അത് മനഃപൂർവ്വമായൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കലാണ്. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ഒരിക്കൽ കൂടി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല. പറയാൻ പോകുന്ന ന്യായം എന്ന് പറയുന്നത്, ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്ന സർക്കാരിൽ അംഗമായിരിക്കുന്ന ഒരാൾ ആ അന്വേഷണത്തെ സ്വാധീനിക്കും എന്ന നിലയ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണെന്നേ, അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്നേ. അങ്ങനെ എന്തൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടി എന്താ മോശമാണോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അവർക്ക് അധികാരമുള്ള സമയത്തൊക്കെ അവർ സംരക്ഷിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ എവിടെ ഇരുന്നാലും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് മാത്രവുമല്ല, കുന്തവും കുടച്ചക്രവും എന്ന സജി ചെറിയാൻ്റെ ഉപയോഗിച്ച വാക്കുകൾ ഏതെങ്കിലും നിലവാരത്തിൽ ഭരണഘടനയെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അതൊരു നിലപാടാണ്. അത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിലപാട് ഭരണഘടനയെ വിമർശിക്കാൻ പല സാഹചര്യങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ അനുവദിക്കുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായം തന്നെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനവും രാജ്യവുമാണ് നമ്മുടേത്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം നന്നായി അദ്ദേഹം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായിരുന്നു. ആ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.